നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിലെ സുധീഷ് സങ്കടപ്പെട്ട് മദ്യ ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. കാരണം നിധിയും എല്ലാവരും കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സുധീഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കയ്യിലിരുന്ന പൈസയും പോയി, ആക്സിഡന്റുമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. അതിൻ്റെ പേരിൽ നിധിയുടെ മുന്നിൽ നാണം കെടേണ്ടതായിട്ട് വന്നു. പിന്നെ ഹരീഷുമായിട്ട് വഴക്കുണ്ടാക്കി. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ ബാറിൽ ചെന്നിട്ട് ബിയർ പറയണം. ബിയർ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വേണം ഭാസ്കരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നേ. ഭാസ്കരൻ വന്നൊരു ചേറയിലിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ചേറയിൽ സുധീഷ് ഇരിക്കുന്നു. പെട്ടെന്ന് ഭാസ്കരനും കൂടെ എഴുന്നേറ്റ് വന്നു. നീ എന്താടാ ഇവിടെ? അതെ, ഒരു സോഡാ നാരങ്ങളും കുടിക്കാൻ വന്നെന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, അതേടാ, അച്ഛനോട് വേണം ഇത് പറയാനെന്ന് പറഞ്ഞു. എടാ, നീ ഇവിടെ മദ്യപിക്കാൻ വന്നെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ ദൈവമേ, ഇത്തിരി മനസമാധാനം കിട്ടുമെന്ന് ഓർത്തോന്നാ അതും തരത്തില്ലെന്ന് ചോദിച്ചു. എടാ, മനസമാധാനമൊക്കെ ഈ കുടിക്കുന്ന സമയത്ത് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ മനസമാധാനം അങ്ങോട്ട് പോകും. പിന്നെ എല്ലാ ദിവസവും മനസമാധാനം വേണം നമുക്ക് തോന്നും. ഇതൊരു ശീലമാക്കിയിട്ടുണ്ട്, പിന്നെ നിർത്താൻ പറ്റില്ല. നിനക്കൊന്നും പറഞ്ഞ പണിയല്ല അതെന്ന് പറഞ്ഞു. സുധീഷിൻ്റെ ആകെപ്പാടെ ദേഷ്യമായി. അപ്പോഴേക്കും ഭാസ്കരനോട് അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാന്ന് പറഞ്ഞു. പിന്നീട് ഭാസ്കരന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ, ബിയറിന് ഇച്ചിരി കൂളിംഗ് കുറവാണ്, കുറച്ച് സമയം താമസം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടേ ഇപ്പോൾ സുധീഷ് പറഞ്ഞു, ശരി എൻ്റെ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തേരെ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സുധീഷിന് ഭയങ്കര സങ്കടമായിപ്പോയി. സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഒരു ബിയർ അടിക്കാൻ ഉറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സമാധാനക്കാരായിട്ട് ഓരോരുത്തർ വന്നിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയം നികേഷ് ടി വി വെച്ച് നോക്കുകയാണ്. ടി വി ആണെങ്കിൽ ഓൺ ആവുന്നില്ല. കുറേ സമയം റിമോട്ടിനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. സുഭാഷ് എന്നിട്ട് പറഞ്ഞു, എന്തിനാടാ നീ വേണ്ടാത്ത പരിപാടി കാണിക്കണേ? സുഭാഷ് ഏട്ടാ, നമുക്കൊരു നല്ല LED TV മേടിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഇപ്പം അങ്ങനെ പെട്ടെന്ന്? ഇത്രയും നാളെന്ന് പറഞ്ഞാൽ നമുക്ക് ടി വി ഒന്നും കാണാനായിട്ട് സമയമില്ലായിരുന്നു. നമ്മളങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിധി ഏടത്തിയും കൂടെ വന്നല്ലോ. ഏടത്തിയും കൂടെ വന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് ഒരു ടി വി വേണ്ടെന്ന് ചോദിച്ചു. നമുക്ക് വാങ്ങാം, നീ എന്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഹരീഷിൻ്റെ വരവ്. ഹരീഷ് വന്നിട്ട് അവരെയൊക്കെ നോക്കി ഒന്ന് 3 പേരെ നോക്കി. നിധി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല ഹരീഷിന് അപ്പോൾ ടെൻഷനായി. ഹരീഷ് ഇങ്ങനെ 3 പേരെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചു. സുഭാഷ് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. എന്താ സുഭാഷ് ഏട്ടാ? സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാത്ത എന്നാന്ന് ചോദിച്ചു. എന്തിനാടാ മിണ്ടുന്നേ? പറഞ്ഞാൽ തലയിലേക്ക് കയറാത്തവന്മാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയെങ്കിലും തലയ്ക്കകത്ത ഒരാൾ താമസം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ കിടന്ന് കോപ്രായം കാണിക്കും. ഇവിടെ എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്തേ? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നു. വേറെയുള്ള മനുഷ്യന്മാരുണ്ടെന്നൊരു ചിന്തയെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. പിന്നെ നിന്നോടൊക്കെ എന്തിനാ ഞാൻ മിണ്ടണമെന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും നിധിയെ നോക്കി. നിധിയും മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര സങ്കടമായിപ്പോയി ഹരീഷിന്. ആ സമയം സുഭാഷ് പറഞ്ഞു, കണ്ടില്ലേ നിധി ഇരിക്കുന്നേ? നിധിക്ക് എത്രമാത്രം വിഷമമായെന്നറിയാവോ? അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാ. അവൾക്ക് നല്ല സങ്കടം ഉണ്ടാവും. നീയൊക്കെ ഇത് സ്ഥിരമാണെന്നുള്ള കാര്യം അവൾക്ക് അങ്ങനെ അറിയില്ലല്ലോ. മറ്റൊരാൾ ഈ കുടുംബത്തിലുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ലാതെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അത് പിന്നെ നിധി അടുത്ത് സോറി എന്ന് പറഞ്ഞു. നിധി ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. സോറി എന്ന് ഉറക്കെ പറയണം. ശരി സമ്മതിച്ചെന്ന് പറഞ്ഞു. നിധിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഹരീഷിൻ്റെ ആ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേന് സുധീഷും കൂടെ അങ്ങോട്ട് വന്നു. സുധീഷിനെ അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു ചമ്മല്. സുധീഷ് നേരെ അടുക്കളയിലേക്ക് പോയി ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പോഴത്തേനും നികേഷ് പറഞ്ഞു, പതുക്കെ കുടിക്കും സുധീഷ് ഏട്ടാ, അല്ലെങ്കിൽ വിൽക്കൂന്ന് പറഞ്ഞു. നീ ഒന്ന് പോടാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് വന്ന് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, അത് പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം സ്റ്റേഷനിൽ നിന്ന് വന്നതിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും. പൈസ പോയല്ലോ എന്ന് ഓർത്തിട്ട്, ഒരു തെറ്റും ചെയ്യാതെ പൈസ പോയത് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഹരീഷുമായിട്ട് ഞാൻ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത്, അടിപിടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, നിന്നോടൊന്നും ഒട്ടും പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ലോ. എത്ര തവണ പറഞ്ഞിട്ടുണ്ടാ ഇമാതിരി പരിപാടികൾ നടത്തരുതെന്ന്. തലയിലേക്ക് കയറുമോ? അതെങ്ങനെയാ? പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. സുഭാഷ് ഏട്ടാ പ്ലീസ്, ഇത്തവണത്തേക്കോ? എടാ ഇത്തവണ എന്ന് പറഞ്ഞ് എത്ര തവണയാണ് ഞാൻ ഈ കേൾക്കണേ? കുഞ്ഞുനാളിലെ മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നല്ലേ നീയൊക്കെ. എത്ര പറഞ്ഞാലും പിന്നെ ഇത് തന്നെ നീയൊക്കെ ആവർത്തിക്കുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അത് പിന്നെ എൻ്റെ ആ ടെൻഷനും കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. പോലീസുകാരുടെ അടിയും മേടിച്ച് വന്നിരിക്കുമ്പോഴത്തേനും ഹരീഷ് എന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറയൊന്നും വേണ്ട, ദേ നിധി അവിടെ ഇരിക്കുന്നുണ്ട്, നിധിയോട് പറഞ്ഞോളാൻ പറഞ്ഞു. നീയൊക്കെ അവളോട് പറയൂലോ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകണ്ട, ഇവിടെ നിന്നാ മതിയെന്ന്. എടാ ഇങ്ങനെ അലമ്പുണ്ടാവുന്നൊരു വീട്ടിൽ
എങ്ങനെയാണ് ഒരു പെൺകുച്ചി നിൽക്കുന്നത്? അവൾക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടെന്ന് ചോദിച്ചു. സോറി എന്നോട് പറയണ്ട, അവളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ നിധിയോട് സോറി പറഞ്ഞപ്പോൾ നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കാൻ പറഞ്ഞു. ബുക്കേലാ? പിന്നല്ലാതെ. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യൂലേ. ഇത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ അയ്യോ എനിക്കെന്തോ ഇപ്പോൾ ഒരു കോള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനേ പുറത്ത് കണ്ടേക്കാം, കഥക് നിങ്ങൾ അടച്ചേക്കല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സുധീഷ് പുറത്തേക്ക് പോയി. അവർക്ക് മനസ്സിലായി സുധീഷ് എസ്കേപ്പ് ആയതെന്ന്. സുധീഷ് പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷും കൂടെ ഇറങ്ങിച്ചു. എന്താടാ നീ ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചു. മാനത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്ന് എണ്ണി നോക്കുക. ഓ ഭയങ്കര ഒരു കോമഡി ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നീ മിണ്ടരുത്, നീ എല്ലാത്തിനും കാരണം. മനുഷ്യൻ ടെൻഷൻ അടിച്ചു വരുമ്പോഴത്തേനും ഓരോ ചൊറിയുന്ന വർത്താനം പറഞ്ഞാൽ പിന്നെ ദേഷ്യം വരാതിരിക്കുമെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, അതിന് സുധീഷയുടെ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതിന് ഞങ്ങളെ ചീത്ത പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അല്ല വീണ്ടും വഴക്കുണ്ടാക്കാനാണ് നീ വന്നേ? അതല്ല, അതെ കടയിലെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു സ്കൂട്ടി വന്നിട്ടുണ്ട്, ഒത്തിരി വലിയ പഴയതൊന്നുമല്ല, വലിയ മോശമില്ല, അത് അയാൾ കൊടുക്കാനായിട്ട് പോവുക. അപ്പം എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോയെന്ന്. സുധീഷേണ് നാളെ ചോദിച്ചില്ലായിരുന്നോ നിധി അടുത്തേക്ക് വേണ്ടിയിട്ടൊരു സ്കൂട്ടിയുടെ കാര്യം? അതെ അങ്ങനെയാണെങ്കിൽ അത് നോക്കുന്നുണ്ടെങ്കിൽ എടാ നല്ലതാണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പുതിയത് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓ പുതിയത് കിട്ടാനായിട്ട് എന്ന് വെച്ചാൽ പൈസ എത്ര രൂപ കൊടുത്താലാ അതൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചു. അങ്ങനെ നമുക്കൊന്ന് നോക്കാം, നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ സമയം നിധി ഇങ്ങനെ വന്ന് നോക്കണം. എടാ ആണ്ട്ര നിധി വന്ന് നോക്കുന്നു, നീ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് സംസാരിക്കുക, സന്തോഷത്തോടെ സംസാരിക്കുക സുധീഷ് പറഞ്ഞു. പിന്നീട് സുധീഷ് ഹരീഷിന് തോളത്തൊക്കെ അടിച്ച് ഭയങ്കര ചിരിച്ചുല്ലസിച്ച് നിന്ന് സംസാരിക്കുക നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിധി സുഭാഷിനെയും നികേഷിനെയും കൂടെ വിളിച്ചു. തെങ്ങ് നോക്കൂ സുഭാഷ് ചേട്ടാ, കണ്ടില്ലേ കുറച്ചു മുമ്പ് എന്നെ വലിയ അടിയായിരുന്നു, ഇപ്പം രണ്ടുപേരും കൂടെ ചക്കര അടയാൻ പോലെയാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, എൻ്റെ നിധിയടത്തി അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാൻ പോകാതിരിക്കുന്നത് നല്ലത്. മുമ്പും അതിലിങ്ങനെ തന്നെയാണ്, രണ്ടുപേരും ഭയങ്കര അടിയായിരിക്കും. പൊരിഞ്ഞ അടി നടത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തോളത്ത് കൈയിട്ടിരുന്ന് സംസാരിക്കുന്നത് കാണാം, നമ്മളൊക്കെ അന്തം വിട്ടുപോകും. സുഭാഷ് പറഞ്ഞു, അതെ ഞാൻ കരുതി വലുതാകുമ്പോഴെങ്കിലും നേരെയാവുമെന്ന് കരുതി, പക്ഷേ അത് ഉണ്ടായില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ആ പഴയതുപോലെ തന്നെയാന്ന് പറഞ്ഞു. പിന്നെ നിധി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് അടുക്കള തിരക്കിട്ട പണിയാണ്. ആ സമയം സുധീഷ് വന്നിട്ട് ചോദിച്ചു, സുഭാഷ് ചേട്ടാ അവൻ എഴുന്നേറ്റില്ലല്ലോ ഹരീഷ്? അവനല്ലേ, അവൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. എന്താടാ? അവനൊന്ന് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇപ്പം അവനെ എഴുന്നേൽപ്പിക്കുന്നത്? കാര്യമുണ്ടെന്ന് പറഞ്ഞു. എടാ അവൻ എവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു. സുധീഷ് പോയി ഹരീഷിനെ കുത്തി എഴുന്നേൽപ്പിക്കുകയാണ്. എന്താ സുധീഷ് ചേട്ടാന്ന് ചോദിച്ചു. എടാ നീ എഴുന്നേറ്റേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. എങ്ങോട്ട്? എങ്ങോട്ടാന്നോ? ഇന്നലെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞില്ല, അത് നോക്കാൻ പോകാനായിട്ട്. അയ്യോ അതിനിപ്പം ഞാൻ എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ, ബ്രഷ് ചെയ്യണം, ബാത്റൂമിൽ പോകണം, എന്തൊക്കെ പണിയുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ വന്നിട്ട് ചെയ്യാം. അതൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഹരീഷ് ബ്രഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ബ്രഷ് ചെയ്യാൻ പോയി നിൽക്കണ സമയത്ത് സുധീഷ് പിന്നിൽ ചെന്ന് നിൽക്കുകയാണ്. ഹരീഷ് ഇങ്ങനെ പതുക്കെ സാവകാശം ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമേ ഇവൻ ഇന്നത്തെ ദിവസം ബ്രഷ് ചെയ്ത് തീരുവല്ലേ എന്നൊരു ചിന്തയുടെ സുധീഷിൻ്റെ മനസ്സിൽ. സുധീഷിന് എടാ പെട്ടെന്ന് കേൾക്കാൻ പറഞ്ഞു. ഹരീഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി, കാരണം തൊട്ട് പുറകെ വന്ന് നിൽക്കുമല്ലായിരുന്നോ സുധീഷ്. ഹരീഷ് പറഞ്ഞു, എൻ്റെ ദൈവമേ നേരെ ചൊവ്വയൊന്നും ബ്രഷ് ചെയ്യാൻ പോലും സമ്മതിക്കില്ലേ, എന്താ സുധീഷേട്ടാ അതെന്ന് ചോദിച്ചു. മതി ഇത്രയൊക്കെ തേച്ചാൽ മതി, നീ വായി വെള്ളം കൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ബാത്റൂമിൽ കയറണം. ബാത്റൂമിലോ? അതെ. എടാ അന്നൊന്ന് പെട്ടെന്ന് കയറിയിട്ട് വാ. സുധീഷ് ഇങ്ങനെ ഹരീഷ് ബാത്റൂമിൽ കയറാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നാലെ ചെല്ലുന്നത് കാണുക. അപ്പോൾ ഹരീഷ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അല്ല നീ ബാത്റൂമിൽ കയറുമല്ലേ? അയ്യോ അതിന് ഞാൻ ബാത്റൂമിൽ കയറുന്നതിന് സുധീഷാണ് എന്തിനാ വരുന്നത്, ഒരു കാര്യം ചെയ്യാം, ഒരു ചെയർ എടുത്തോണ്ട് വന്ന് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. സുധീഷ് ശരിക്കും ഒന്ന് ചമ്മി, അങ്ങനെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. എടാ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദൈവമേ ഇനി ഇതിലായിട്ട് ഇറങ്ങി വരുന്നില്ലല്ലോ. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും കഥയെ മുട്ടാൻ തുടങ്ങി. എടാ നീ ഒന്ന് എണീറ്റ് വാടാന്ന് പറഞ്ഞു. ഒടുവിൽ സഹിയായിട്ട് ഹരീഷ് ഇറങ്ങി വന്നു. എൻ്റെ സുധീഷേട്ടാ ഇതെന്ത് പരിപാടിയത്, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്നും ഇരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പോയ കാര്യമായിട്ട് സാധിച്ചില്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, നീ ഇനി ബാക്കി കാര്യമൊക്കെ പിന്നെ സാധിച്ചാൽ മതി, ഇപ്പം തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതിയെന്ന്, ഒരു തൽക്കാല ആശ്വാസം ആയില്ലെന്ന് ചോദിച്ചു. ഹരീഷ് നല്ല ദേഷ്യം വന്നു. കയ്യെ പിടിച്ചിട്ട് സുധീഷ് പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. എൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിക്കോട്ടെ. ഡ്രസ്സ് മാറ്റാനാ? അതെ എന്നും പറഞ്ഞ് മുറിയിലേക്ക് കയറുമ്പോൾ ഹരീഷ്
പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. സുധീഷ് പറഞ്ഞു എടാ അന്ന് നീ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ ഹരീഷ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് വരുവാണ്. ആ സമയം സുധീഷ് പറഞ്ഞു പെട്ടെന്ന് വാന്നും പറഞ്ഞിട്ട് ഹരീഷിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെന്ന് വർക്ക്ഷോപ്പ് തുറന്ന് സ്കൂട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സ്കൂട്ടിയുടെ ഓണർ വന്നിട്ട് സ്കൂട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണേ. അതെ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്താ 2 വർഷക്കാലം അവൾ ഉപയോഗിച്ചോളൂ. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞവൾ പോവുകയും ചെയ്തു. പക്ഷെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവൾ കൊണ്ടുനടന്നേന്ന് പറഞ്ഞു. അത്ര നല്ല കാര്യമായിട്ടാ. അറിയാലോ ഇതിനധികം വർഷം പഴക്കമൊന്നുമില്ല, ഒരു 4-5 വർഷം പഴക്കമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു കാര്യം ചേട്ടൻ ഉദ്ദേശിക്കുന്ന വില എത്രയാന്ന് ചോദിച്ചു. ഒരു 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. 25,000? അതെ, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹരീഷ് സുധീഷും കൂടെ വണ്ടി ഓടിച്ചു നോക്കുകയാണ്. സുധീഷിന് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല കണ്ടീഷനാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ സുധീഷ് ചോദിച്ചു കുറച്ച് പൈസ കുറയില്ലെന്ന് ചോദിച്ചു. പൈസ ഇനി കുറയ്ക്കാൻ പറ്റത്തൊന്നുമില്ല, പിന്നെ ഹരീഷ് പറഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും വില കുറച്ച് ഞാൻ തരുന്നതെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞു എങ്കിൽ ശരി, ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഹരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നമുക്കിത് എടുത്താലോ എന്ന് ചോദിച്ചു. അതിന് സുധീഷ് വേണ്ടി പൈസ ഉണ്ടോ? 10,000 രൂപയുണ്ട്. 10,000 രൂപ കൊണ്ട് എന്താവാനാ? 25,000 രൂപ വേണ്ടെന്ന് ചോദിച്ചു. ബാക്കി പൈസയ്ക്കോ? എടാ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സുധീഷ് ചേട്ടാ എന്നെയും കൂടെ നാണം കെടുത്തില്ല. ഇല്ല, സുധീഷ് ചേട്ടൻ വരാൻ പറഞ്ഞാൽ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോയി. ഒടുവിൽ അയാളുടെ അടുത്ത് നിന്ന് 10,000 രൂപയും കൂടെ കൊടുത്തു. അയാൾ എണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഇത് 10,000 അല്ലേ ഉള്ളെന്ന് ചോദിച്ചു. എൻ്റെ ചേട്ടാ ഒരു കച്ചവടമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാ, ബാക്കി പൈസ ഞാൻ തരാന്നോ? അതെ തരാം, പക്ഷെ തൽക്കാലത്തേക്ക് വണ്ടി എൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, മൊത്തം പൈസ തരാതെ ഈ കച്ചവടം നടക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നി ചേട്ടാ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ ഇത് കൊണ്ടുവന്നേ, ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞു. 1-2 ആഴ്ചയോ? അതെ, 1-2 ആഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടിൽ പൈസ കയറുള്ളൂ. ചേട്ടാ എന്താണ് വണ്ടി ഇഷ്ടപ്പെട്ടോണ്ടാ, ചേട്ടൻ്റെ വീട്ടിൽ ഇരിക്കുവാണെങ്കിലും വെറുതെ ഇരിക്കണം, ഓടിക്കാനായിട്ട് ആരുമില്ല, വെക്കാനൊട്ട് സ്ഥലവുമില്ല, അപ്പം പിന്നെ ഞാൻ കൊണ്ടുപോകുന്നല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അയാളൊന്ന് ആലോചിച്ചു. ഒടുവില്ല ഹരീഷിനോട് പറഞ്ഞു ഹരീഷെ നിനക്ക് ഉത്തരവാദിത്തം വേണം. ഹരീഷിന് എന്ത് ചെയ്യാൻ പറ്റും? ഹരീഷോട് തലവേട്ടി ശരി ഞാൻ ഏറ്റെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുധീഷിന് സ്കൂട്ടി കൊടുക്കുകയാണ്. സുധീഷ് ആ സ്കൂട്ടി വാങ്ങുന്ന പോലും നിധിക്ക് വേണ്ടിയിട്ടാണ്, നിധിക്ക് ഓഫീസിൽ പോകാനും വരാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.